Hi, I'm Nisha, Assistant Professor, Department of Commerce and Management Studies of Amal College of Advanced Studies. So today topic is processing of data or data processing എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് ആഫ്റ്റർ മേക്കിംഗ് എന്താ പറയുക തറോ അനാലിസിസ് അബൌട്ട് ദ റിസർച്ച്, ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള വേരിയബിൾസും അത് ഏത് കാറ്റഗറി ഓഫ് റിസർച്ചാണ് നോക്കി നമ്മളതിലൊരു റിസർച്ച് നടത്തി അത് ഒരു റിസർച്ച് ഡിസൈനൊക്കെ ഫോം ചെയ്ത് അതിൻ്റെ സ്കെയിലിംഗ് മെഷർമെൻറ്റൊക്കെ കണ്ടെത്തി അതിൽ ഡാറ്റ കളക്ഷൻ വെദർ ഇറ്റ് ഈസ് എ പ്രൈമറി ഓർ സെക്കൻഡറി ആൻഡ് സാമ്പിളിംഗ് പ്ലാനൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഡാറ്റാസ്, അതായത് നമ്മുടെ കയ്യിൽ ഡാറ്റ എന്ന് പറയുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്റ്റെപ്പാണ് പ്രോസസ്സിങ് ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ എന്താണ് റിസർച്ച് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഏത് ടോപ്പിക്കിലാണെന്ന് അറിയണം, ആ ടോപ്പിക്കിന് നമ്മൾ ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏത് മെത്തേഡിലാണ് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ആ മെത്തേഡ് അനുസരിച്ചുള്ള സാമ്പിൾ ഡിസൈനും റിസർച്ച് ഡിസൈനും എല്ലാം നമ്മൾ ഫോം ചെയ്ത് ഏത് മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിംഗ് ആണ്, ലിക്കഡ് സ്കെയിലിംഗ് ആണോ, 5 point സ്കെയിലിംഗ് ആണോ, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് സ്കെയിലിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അത് ഒരു ഏത് പൂൾ ഓഫ് പോപ്പുലേഷനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്, ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സാമ്പിളിംഗ് പ്ലാൻ വി ഗോട്ട് ദാറ്റ് പോപ്പുലേഷൻ സൈസ് or the method of sampling methods, identifying the methods or the techniques we have to apply for making that sampling data more effectively. അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എത്തുന്ന ഒരു സ്റ്റേജാണ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ ഓർ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഇത് തുടങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് ഡാറ്റാസ് അവൈലബിൾ ആണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന റിസർച്ച് ടോപ്പിക്കിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് പല ഫോമിലായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ചിലർ ക്വസ്റ്റ്യനെയർ ആയിരിക്കാം, മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആയിരിക്കാം, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ടാവും, കുറേ ഒബ്സർവേഷൻ മെത്തേഡ്സിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ മീൻസ് അനലൈസ് ചെയ്തതുണ്ടാവാം. അപ്പം എല്ലാം കൂടി നമുക്ക് എന്താണോ കുറേ തിയററ്റിക്കൽ ഫ്രെയിം വർക്കിലൂടെ നമുക്ക് കിട്ടിയത്, ലിറ്ററേച്ചർ റിവ്യൂന്ന് കിട്ടിയ ഡാറ്റാസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനെയറിലും ഇൻ്റർവ്യൂ ഷെഡ്യൂളിലും അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ്സിലോ, അതായത് പ്രൈമറി ഡാറ്റ കളക്ഷൻസ് വഴിയോ നമുക്ക് അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റാസ് കളക്ഷൻ വഴിയോ നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞു റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് വൺ, അപ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസും നമ്മൾ എങ്ങനെയാണോ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഈ ഒരു പ്രോസസ്സിങ്ങിൽ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് 4 steps മെയിൻലി. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഈ ഒരു 4 സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. എഡിറ്റിംഗ്, പ്രോസസ്സിംഗ് ഓപ്പറേഷൻസ് ഇൻവോൾവ്സ് ഫോളോവിങ് ദി സ്റ്റെപ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. എന്താ എഡിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ദ ക്വസ്റ്റ്യനെയർ ഓർ ഷെഡ്യൂൾ ആൻഡ് ഡിറ്റക്ട് ദ ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് ടു കറക്റ്റ് ദിസ് ഈസ് സോ ഫാർ ആസ് പോസിബിൾ. ഒരു എഡിറ്റിംഗ് എന്ന് നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ പലപ്പോഴും പല ഇതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പലതും ഉപയോഗിക്കാറുണ്ട്, അല്ലേ? സോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് ബണ്ടിൽ ഓഫ് ഡാറ്റാസ് ചിലപ്പോൾ അവൈലബിൾ ആവും. അതിൽ ഏതാണോ ചിലത് എറേഴ്സായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനേഴ്സിൽ ചിലവരൊന്നും ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ നമുക്കത് ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം ഫില്ല് തന്നിട്ടുണ്ടാവാം. അപ്പോൾ അതും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എഡിറ്റിംഗ് എന്നുകൊണ്ട് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ദ ക്വസ്റ്റ്യനെയർ ഓർ ഷെഡ്യൂൾ ടു ഡിറ്റക്ട് ദ ഇറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് ടു കറക്റ്റ് ദിസ് ആസ് ഫാർ ആസ് പോസിബിൾ.
the scrutiny of the completed questionnaire and schedule. It is to be done to ensure the data are accurate, consistent with that other facts gathered, and uniformly entered and complete as possible, acceptable for the tabulation and arranged for facilitating further tabulation and coding. സോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് രീതിയിലാണ് എഡിറ്റിംഗ് നടത്താറ്. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെൻട്രൽ എഡിറ്റിംഗ്. ഓക്കെ, field editing means investigator makes appraisal of reporting forms for completing what later have written in the abbreviations or this type of editing is necessary because an individual writing style may be difficult for others to interpret. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് എന്നുകൊണ്ട് ഞാൻ ചുരുക്കി ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ നമ്മൾ പല രീതിയിലും അല്ലെങ്കിൽ പല ഫോമിലും ഒരു സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റാസിനെ നമ്മൾ പെട്ടെന്ന് നമ്മളൊന്ന് അടുക്കിപ്പറക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളത് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിനൊഴിവാക്കും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് പല രീതിയിലുള്ള എഡിറ്റിംഗ് ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ ചെയ്യേണ്ടിയും വരാം, അല്ലേ? മേ ബി എന്താ പറയുക, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന അബ്രിവേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോംസോ അങ്ങനെ പല അല്ലെങ്കിൽ എടുത്ത ലാംഗ്വേജോ അതൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോണ്ടൻറ്റിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ ഒരു എഡിറ്റിങ്ങിന് പോസിബിളാവും. അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ എഡിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് ഒരു എന്താ പറയുക, ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ so field editing and central editing, there are two category of editing. So field editing in the sense it is required when the individual writing skill may be difficult for the others to interpret, or the respondent may difficult to interpret what the researcher means. So in that case we need the editing on that response of the respondent. അപ്പം ഒരു ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനെയർ തരുന്നു, ആ ക്വസ്റ്റ്യനെയർ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ നമ്മൾ റെസ്പോണ്ട് ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു ഇത് നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ട് വരാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ആ ഒരു എഡിറ്റിങ് ചിലപ്പോൾ അവിടെ ആവശ്യമായിട്ട് വരാം. സെൻട്രൽ എഡിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഒരു എഡിറ്റോറിയൽ ബോർഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളത് ഒരു എഡിറ്റർ, ഇപ്പോൾ ചെറിയൊരു ഡാറ്റ കളക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു എഡിറ്ററിനെ വെച്ചിട്ട് നമുക്കത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ ഒഴിവാക്കി നമുക്ക് ഒന്ന് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളത്. ലാർജ് ഡാറ്റ ഉണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് എ 2 or more എഡിറ്റിംഗ് പാനലൊക്കെ വെച്ച് അതിലുണ്ടാവണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ school magazines or the college magazines, we are collecting the lots of materials or the item from the students, അല്ലേ? അതിൽ നോവൽ ഉണ്ടാവാം, കഥ ഉണ്ടാവാം, കവിത ഉണ്ടാവാം, പെയിൻറ്റിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തിനേയും കുറിച്ചുള്ള വിവരണങ്ങളാവാം, വാഗ്വാദങ്ങളിലൂടെ ഉണ്ടായ കുറേ കാര്യങ്ങൾ, അങ്ങനെ പല ആശയങ്ങളെക്കുറിച്ചും വരുന്ന കുറേ വിഷയത്തെക്കുറിച്ചായിരിക്കും നമുക്ക് ഓരോന്നിനും കിട്ടുക. അപ്പം എഡിറ്റിംഗ് എന്നുള്ള ഇതിൽ അല്ലെങ്കിൽ ഒരു എഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തരുമ്പോൾ തന്നെ പറയുമ്പോൾ ഇത് കുറച്ച് കട്ടിയാണ്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മളതിനെ തിരുത്താം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീമിൻ്റെ ബേസ് ആണെങ്കിൽ ആ തീമല്ല അതിൽ ഉദ്ദേശിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്കത് അവിടെ തന്നെ അതിനെന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇനി സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അതായത് നമുക്കതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമ്മളതൊക്കെ വെച്ച് നോക്കി ഒരു മാഗസിൻ എഡിറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ
അതിന് ഓരോന്നിനും ഭംഗി കൊടുത്ത് അതിൻ്റേതായ പിക്ചറൈസേഷൻസൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. സോ വി മേക്ക് ഇറ്റ് ആസ് ആൻ എന്താ പറയുക, ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചറിലേക്കൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ അതിനൊന്ന് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ എഡിറ്റിംഗ് അല്ലെങ്കിൽ സെൻട്രൽ എഡിറ്റിംഗ് ആൻഡ് ഫീൽഡ് എഡിറ്റിംഗ് എന്ന ഈ 2 ടേമും കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി വരുന്നത് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നതാണ് കോഡിംഗ് എന്നുള്ളത്. സോ കോഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, കോഡ് അല്ലെങ്കിൽ ഒരു നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഈവൻ്റ് നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ ഹിൻറ്റുകളാണ് കോഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക, അല്ലേ? ഇപ്പോൾ പിൻ കോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കോഡ്, അതൊക്കെ പറയുന്നതിൻ്റെ ഓരോന്നും എന്താണ്, നമ്മൾ ആ ഒരു ഫിഗർ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രത്യേകതരമായിട്ടുള്ള ഒരു പ്രാധാന്യത്തിൻ്റെ പേരിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന കാറ്റഗറീസാണ് അതൊക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഫിഗേഴ്സ് ഓർ അതർ സിംബൽസ് ടു ആൻസർ സോ ആസ് ദ റെസ്പോണ്ടൻറ്റ് ക്യാൻ പുട്ട് ഇൻ ടു എ ലിമിറ്റഡ് നമ്പർ ഓഫ് കാറ്റഗറീസ് ഓർ ക്ലാസ്സസ്. അതായത് കോഡിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ടും 2 കാറ്റഗറിയിലാണ്. ഡിസൈഡ് ദ കാറ്റഗറി ടു ബി യൂസ്ഡ് ഓർ ടു അലോക്കേറ്റ് ദി ഇൻഡിവിജ്വൽ ആൻസേഴ്സ് ടു ദം. അപ്പം കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നമ്പറോ അല്ലെങ്കിൽ ഒരു സിമ്പലോ നമ്മളൊരു റെസ്പോണ്ടൻ്റ് ആൻസറിനനുസരിച്ച് നമ്മളതിനെ വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് പല സ്റ്റെപ്സ് ഓഫ് കോഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം അതിനെ ആൻസർ വായിച്ച് നോക്കി അതിനൊരു ക്വസ്റ്റ്യന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്പറിങ് ഒക്കെ കൊടുക്കണം, ഒരു കോഡിംഗ് ഫ്രെയിം ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദ കോഡിംഗ് എന്ന് പറയുന്നത്. ദ കോഡ് നമ്പേഴ്സ് ആർ ടു ബി പ്രൊവൈഡഡ് ടു ഈച്ച് റെസ്പോണ്ടൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. Generally, digits are used for identifying the area, institution, department. Provide code number for each questions. അല്ലേ, ക്വസ്റ്റ്യൻസിന് നമ്മൾ സാധാരണ രീതിയിൽ 1, 2, 3 എന്നുള്ള കോഡ് നമ്പേഴ്സ് പറയാം. കൺഫർ കോഡ് നമ്പേഴ്സ് ഓഫ് ഈച്ച് റെസ്പോൺസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് ഓൾസോ ഗീവ് ദ കോഡ് നമ്പേഴ്സ്. The researcher himself do the work of assigning code. It should not be delegated to others. Arranging a coding framework. Prepare instruction for the coders. Get ready and supply the coders in instruction manual. Arrange the service of the trained coders under the close supervision. അങ്ങനെ ചില കോഡിംഗ് റൂൾസുകൾ നമുക്ക് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നമ്പേഴ്സും ഫിഗേഴ്സും നമ്മൾ to the answers so that the respondents can put into limited number of categories or classes. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 100-120 ക്ലാസ് ഓഫ് റെസ്പോണ്ടൻസിൻ്റെ റെസ്പോൺസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് 120 എണ്ണം നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്ലെങ്കിൽ പല ക്ലാസ്സസ്, ചിലപ്പോൾ ജെൻഡർ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ ഇൻകം ബേസിൻ്റെ ഒരു റിസർച്ച് ആണെങ്കിൽ ആ ഇൻകം ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ കോഡ് നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 സ്കെയിലിങ്ങിലാണ് ഇൻകത്തിൻ്റെ നമ്മൾ ഒരു ആനുവൽ ഇൻകം വെച്ചിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 4 സ്കെയിലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു കോഡിംഗ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രെയിം വർക്കായിട്ട് നമ്മളതിനെ മാറ്റുകയും അതൊരു ഇൻഫർമേഷൻ ഒരു സെപ്പറേറ്റ് ഷീറ്റായിട്ട്, അതായത് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോസസ്സിങ് ഓഫ് ഡാറ്റ നടത്തണം. ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എലിമിനേറ്റ് ചെയ്ത് പോയി നമ്മുടെ കയ്യിൽ കിട്ടും. അതിൽ നിന്ന് നമ്മൾ പല കാറ്റഗറീസ് അല്ലെങ്കിൽ പലതിനെയും നമ്മൾ കോഡിങ് വേർതിരിച്ച് വെക്കുന്നു. പിന്നെ വരുന്നതാണ് തേർഡ് കാറ്റഗറി, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. സോ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനെയും പേര് കൊടുത്ത് അല്ലെങ്കിൽ മാറ്റി ഓരോന്നും തിരിച്ചറിയുന്ന രൂപത്തിലാക്കി വെച്ചു. അതിനുശേഷമാണ് ക്ലാസിഫിക്കേഷൻ എന്ന ടേമിലേക്ക് നമ്മൾ എത്തുന്നത്. ഇറ്റ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് റെസ്പോണ്ടൻസ്, ദാറ്റ് ഈസ്
ഒരുപാട് കാറ്റഗറി, അതായത് ഹോമോജീനിയസ് ഗ്രൂപ്പ് ഉണ്ടാവാം, ഹെക്ട്രോജീനിയസ് ഗ്രൂപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ പല പ്രോസസ്സിങ് ഓഫ് ഗ്രൂപ്പ് ഉണ്ടാവാം, ക്ലാസ്സസ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന പല ക്ലാസ്സസ് ഉണ്ടാവാം. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഓരോ ഡാറ്റ ഹാവിങ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലേസ്ഡ് ഇൻ വൺ ക്ലാസ്, ആൻഡ് ഇൻ ദിസ് വേ ദ എൻറ്റയർ ഡാറ്റ ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് ക്ലാസ്സസ്. അങ്ങനെ നമ്പർ ഓഫ് ക്ലാസ്സസ് ആക്കിയിട്ട് നമ്മൾ ഡാറ്റാസിനെ മാറ്റുന്നതാണ് എൻ്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാസ് ഡാറ്റേനെ നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് മാറ്റി അതിനെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിമിലേക്ക് നമ്മളതിനെ ഇടുന്നു. ഓരോന്നിനും ഓരോ ബാസ്ക്കറ്റ് കൊടുത്ത് ഓരോ ബാസ്ക്കറ്റിലേക്ക് നമ്മൾ ഓരോ ഡാറ്റാസിനെയും നമ്മളിടുന്നു. വെദർ ഇറ്റ് മേ ബി എ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ കൊടുക്കാം, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കൊടുക്കാം, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഡാറ്റ എന്ന് പറയുന്നത്, അല്ലേ. ക്വാളിറ്റേറ്റീവ് ഓൺ ദ ബേസിസ് ഓഫ് സം അട്രിബ്യൂട്ട്സ്, ദാറ്റ് ഈസ് എന്താ പറയുക, ജെൻഡർ ആവാം, ലിറ്ററസി, റിലീജിയൻ, അങ്ങനത്തെ പല കാറ്റഗറീസിലും വേണമെങ്കിൽ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ഡാറ്റ. ആ ഒരു ബേസിൽ ഇനിയിപ്പോൾ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ്, ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഇതിലാണെങ്കിൽ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് വൈസ് ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ഹോൾ കേരള എടുക്കുകയാണെങ്കിൽ പല പല ഡിസ്ട്രിക്ട്സ് എന്നുള്ളതുണ്ടാകും. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ബേസിസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, അല്ലേ, ഇയർ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് ആ ഒരു കാറ്റഗറൈസേഷൻ. ഇപ്പോൾ 2012 കിട്ടിയ കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 ഉണ്ടായതും 13 ഉണ്ടായതും 14 ഉണ്ടായതും എന്നൊക്കെ പറയുമ്പോൾ ഇയർ വൈസ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെയും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഇറ്റ് മേ ബി നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു ക്ലാസ് ഇൻ്റർവൽ ഓർ ദ എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ, ഇൻക്ലൂസീവ്സ് ആവാം, അല്ലെങ്കിൽ സൈസ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റിയിട്ട് പല ഇതിലേക്കും നമുക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടാലി ബാർ ഉപയോഗിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഡാറ്റാസിനെ നമുക്ക് ഒരു ഡാറ്റയാക്കി നമ്മൾ ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് 20 to 25, അതിൽ എത്ര പേരുണ്ട്, നമ്മൾ ഓരോ ഷീറ്റ് എടുത്ത് നോക്കുന്നു, ഒരു ഷീറ്റ് എടുക്കുന്നു. അപ്പോൾ ഇതിൽ 20 to 25 ക്ലാസ് വരുന്ന ഒരാളേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത ഷീറ്റ് എടുക്കുമ്പോൾ അതിൽ ഒരാളുണ്ടാവും, രണ്ടാളുണ്ടാവും, അങ്ങനെ ഇല്ലാതെ വെക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി ടാലി അല്ലെങ്കിൽ ടാലി ഷീറ്റ്സ് ആണ് നമ്മൾ പൊതുവേ ഈ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ചെയ്യാൻ നമുക്ക് കൂടുതലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പല ഇതിലുള്ള ക്ലാസിഫിക്കേഷൻസുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസിനെ നമ്മൾ എടുത്തിട്ട് ആ ഓരോ ക്വസ്റ്റ്യൻസിലും എന്താണോ അതിൽ ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതിനെ മാറ്റി അതൊരു ഫ്രെയിമിലേക്ക്, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടേബിൾ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പാകത്തിന് നമ്മൾ റെഡിയാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പോലെയുള്ള ടാബുലേഷൻ കാറ്റഗറി എന്ന് പറയുന്നത്. So summarize the raw data and display it in a table like or the compact for the further analysis. That is a tabulation of data. So age below 25, 20 to 25, 30 to 35, 40 to 45, 55 to 65 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഈ ടാലി ഷീറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ഈ ഡാറ്റാസ് റോ ഡാറ്റാസിനെ നമുക്ക് ഈ ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. എത്ര പേര് ഈ ഓരോ കാറ്റഗറിയിലും വന്ന റെസ്പോണ്ടൻസ് ഉണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ ഡാറ്റ അനാലിസിസ് നടത്തുമ്പോൾ വി ഗോട്ട് ദ ടാബുലേഷൻസ് ഓഫ് ദ ഡാറ്റ. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെ കാറ്റഗറി ആക്കി മാറ്റാം. മെയിൽ, ഫീമെയിൽ, ടോട്ടൽ, ബിലോ, എബവ്, ബിലോ 25, 25 to 35, 35 to 45 എന്ന് പറയുന്നതിൽ. അപ്പോൾ ടേബിളിൽ നമുക്കറിയാം, ടേബിളിന് ഒരു നെയിം ഉണ്ടാവണം, നമ്പർ ഉണ്ടാവണം, ടൈറ്റിൽ കോളം ഉണ്ടാവണം, കോളം ഹെഡിങ്, റോ ഹെഡിങ്, ദാറ്റ് ഈസ് ക്യാപ്ഷൻ, സ്റ്റബേൺസ്, കണ്ടൻറ്റ് എന്ന് പറയുന്ന കുറേ നമുക്കറിയാം എന്താണ് ഒരു ടേബിളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നുള്ള. ഫുഡ് നോട്ട് ഉണ്ടാവും,
റോ കോളം വൈസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് കിട്ടിയ ഡാറ്റാസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ടാലി ബാർ ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് എഴുതാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. സോ ടേബിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലാർജ് ഡാറ്റാസൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ, പെട്ടെന്നൊരു ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതും ഒരു അട്രാക്ഷൻ എടുക്കാൻ പറ്റുന്നതും ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. അതും നമ്മൾ ഡാറ്റ പ്രോസസ്സിങ് എന്ന സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുക. അപ്പം അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ആ ഒരു ടേബിളിലെ ഡാറ്റാസിനെ നമ്മൾക്ക് ഏത് ചാർട്ട്സ് ഉപയോഗിച്ചിട്ടാണ് അത് കൂടുതലും നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഡിഫറെൻറ്റ് ഗ്രാഫ്സ് അവൈലബിൾ ആണല്ലോ. ചാർട്ട്സ് ആൻഡ് ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, സർക്കിൾ ചാർട്ട്സ്, പിക്ടോഗ്രാംസ്, പൈ ഡയഗ്രാംസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ചാർട്ട്സ്. അത് ഐ തിങ്ക് യു ഓൾറെഡി studied about that in the basic numerical skills. Okay, analysis and the presentation of data എന്നുള്ളതിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ ബാർ ചാർട്ടും പൈ ചാർട്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല രീതിയിലും, അല്ലെങ്കിൽ ലോറൻസ് കർവ് ഉപയോഗിക്കാം, ഒജീവ്സ് ഉപയോഗിക്കാം, അങ്ങനെ പല ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്ത് അതൊരു ടേബിളാക്കി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കടക്കുക. അപ്പോൾ അനാലിസിസ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് എങ്ങനെയാണ് ഓരോന്നും അത് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഉണ്ട്. ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, കോംപ്രിഹെൻസീവ് ടെസ്റ്റിംഗ്, അനാലിസിസ് ഓഫ് വേരിയൻസ്, analysis of one-way analysis, two-way analysis, ANOVA, non-parametric test എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആൻഡ് ദ ഇൻഫറൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറീസ് നമുക്ക് വരുന്നത്. Here it is, that is an analysis and interpretation of data. So that is a descriptive analysis and the inferential analysis. So descriptive analysis there is types of descriptive analysis, unidimensional, bivariate analysis, statisticals രണ്ടെണ്ണം, correlation, casual, ANOVA, analysis multiple regression, multiple variate analysis, factor analysis, cluster analysis എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. സോ ടൂൾസ് എന്ന് പറയുന്നതാണ് statistical, measures of central tendencies, measures of dispersions and other. സോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ന്യൂമറിക്കൽ സ്കിൽസിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, ഡിസ്പേർഷൻസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, പിന്നെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ അതർ സ്ക്യൂനെസ്, കുർട്ടോസിസ്, ലോറൻസ് കർവ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഷേഴ്സ് ഓഫ് അനാലിസിസിൽ ഉപയോഗിക്കാം. ദെൻ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് ഒരു വൺ വേ അനോവ, ടു വേ അനോവ, കോവേരിയൻസ് എങ്ങനെയാണ് എന്നുള്ളതും, റിഗ്രഷൻ, കോറിലേഷൻ അങ്ങനത്തെ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്യാം.